ഇവിടുത്തെ റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സിവിൽ കോഡ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. നമ്മളൊരാളെ ഒരിക്കലും കളർ കണ്ടിട്ടോ ജോലി കണ്ടിട്ടോ ഒന്നും ഒരാളെ തിരിച്ചറിയാൻ പാടില്ല. ശരിക്കും പറയാം, എൻ്റെ പേര് പി ഡി മോഹൻ എന്നാണ്. ഞാൻ ഈ പാചകരംഗത്ത് വന്ന പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴയ മോഹൻ നമ്പൂതിരിന്നാക്കിയത്. ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഏതൊരു രംഗത്ത് മുൻനിരയിലെത്തുന്ന ഒരാൾക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഇവിടുത്തെ റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. റിസർവേഷൻ ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സിവിൽ കോഡ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ ആൾക്കാരെ വെയിലത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരാളെ ഒരുത്തനെ വിളിച്ച് മാത്രം നാരങ്ങാവെള്ളം കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അത് വളരെ തീവ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൊണ്ടാണ്. അന്നൊന്നും ഒരുപാട് സാഹചര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ. പിന്നെ ഞാൻ അത്ര വലിയ ബ്രൈറ്റൊന്നും ആയിരുന്നില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് കയറി അങ്ങോട്ട് ഒരു പറഞ്ഞ് മനസ്സിലാക്കിച്ച് അല്ലെങ്കിൽ ഒരാളെ കൺവിൻസ് ചെയ്യാൻ മാത്രമല്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ വായനയിൽ നിന്ന് യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് കുറേ കൂടിയൊക്കെ ജീവിതത്തിൻ്റെ ഒരു മോശൽ ശരിക്കും നമുക്ക് ഒരുക്കിയെടുത്തത്, എങ്ങനെ പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. റിസർവേഷനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് അന്ന് ഈ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് തോന്നാവുന്നൊരു കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും അന്നൊരു വല്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മറ്റുള്ള ആൾക്കാരെ ബ്രാഹ്മണനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൂണിലിടിച്ച മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ച്. ഞാനൊന്ന് ശ്രമിച്ചത് നേരെ തിരിച്ച്, ഞാൻ എങ്ങനെയൊരു ഈ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് എനിക്കെങ്ങനെ പോകാൻ പറ്റുമെന്ന് ചിന്തിച്ചൊരു കാലഘട്ടം കൂടിയായിരുന്നു. അതൊന്നും സ്വാഭാവികമല്ലല്ലോ. അത് വല്ലാത്തൊരു ശരിക്കും എന്താ പറയുക, ഇന്ത്യയിൽ അത് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് എനിക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത്, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ റിസർവേഷനില്ല, ഒരു പ്രശ്നമില്ല. ഓരോരുത്തർ കഴിവുണ്ട്, അവന് ജോലിയുണ്ട്. കഴിവില്ല, ജോലിയില്ല. ആ കഴിവല്ലേ പരിഗണിക്കേണ്ടത്. വേറെ ആരെയും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇത് കൊണ്ടുവരേണ്ടത്. സത്യമാണ്, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ റിസർവേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും സമൂഹത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തി നിൽക്കും പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങാൻ കഴിക്കാൻ പറ്റാത്ത എൻ്റെ ഇതിൽപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം. എനിക്കിപ്പോഴും വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് അവർ പിന്നെ ഈ എന്താണ് പറയുക, ഈ അഭിമാനം ഭയങ്കര പ്രശ്നമാണ്. അഭിമാനമല്ല, ദുരഭിമാനം തന്നെ പറയാം. അത് കാരണം ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതുള്ളൂ. ആദ്യം നമ്പൂരി ആയതുകൊണ്ട് അനുഭവിച്ച ചില കഷ്ടതകളെ പറ്റി പറഞ്ഞിരുന്നു. നമ്പൂരി ആയതുകൊണ്ട് അനുഭവിച്ച ഗുണങ്ങളും ഉണ്ടാവില്ലേ? നമ്പൂരി ആയതുകൊണ്ട് അനുഭവിച്ച ഗുണങ്ങൾ ഇപ്പോൾ ഇതൊക്കെ തന്നെ. ശരിക്കും പറയാം, എൻ്റെ പേര് പി ഡി മോഹൻ എന്നാണ്. ഞാൻ ഈ പാചകരംഗത്ത് വന്ന പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴയ മോഹൻ നമ്പൂരിന്നാക്കിയത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് ഗുണം കിട്ടിയോ ശരിക്കും? അതെന്താണെന്നറിയില്ല. അത് ആൾക്കാർക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഗുണം ടാഗ് വന്നു, അത് നിഷേധിക്കുന്നില്ല. ഒന്നും കൂടെ മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. റൈറ്റ് കറക്റ്റാണ്. കാരണം അവർ കാറ്റഗറൈസ് ദേഹണ്ണക്കാരെന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്യപ്പെട്ടൊരു വിഭാഗമായിരുന്നു. വെടിക്കെട്ടുകാർ, ആനക്കാർ, ചിന്തിക്കടക്കാർ, അവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സംഭവമാണ് ദേഹണ്ണക്കാർ പണ്ട്. ഇപ്പോഴല്ല കേട്ടോ, നമ്പൂരിയാണെങ്കിൽ അത് 20s കാരണം അല്ലെ 2000 ഞാൻ ഈ പറഞ്ഞ സമയത്തൊക്കെ സ്കൂൾ കലോത്സവം ചെയ്യാന്ന് പറഞ്ഞാൽ ആ സമയം വരെ അങ്ങനെയാണ്. കാരണം ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിവൃത്തി കൊണ്ട് അവർ കുളിക്കുകയില്ല, നല്ല വസ്ത്രം ധരിക്കുകയില്ല, മുറുക്കി ചോപ്പിച്ച് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് അവരൊരു എലൈറ്റ് കാറ്റഗറിയൊക്കെ മാറ്റുകയും അവർക്കും സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്ന് സ്ഥാപിക്കാനും കഴിഞ്ഞു. അവർക്ക് ന്യായമായ റെന്യൂമറേഷന് മേടിച്ചു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 25 വർഷത്തെ പാചകത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയൊരു അംഗീകാരം. ഇപ്പം നോക്കിക്കോളൂ, ഏത് പാചകക്കാരനെ കണ്ടാലും വെയിറ്റ് പ്രശ്നമില്ല, പ്രശ്നം. ഇതിൻ്റെ ഇടയ്ക്ക് സവർണ മേധാവിത്വം, ബ്രാഹ്മണിക്കൽ ഹെജിമണി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് 2 വർഷം മുന്നേ ഉണ്ടായ 23 കൺട്രോവേഴ്സീസ് ഉണ്ടായത് കോഴിക്കോട് വെച്ചുണ്ടാവില്ലേ. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കണ്ടത് ആ സമയത്ത്? അത് പൊളിറ്റിക്കൽ ഗെയിമിക്കാണെന്ന് ആദ്യം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് നമ്പൂതിരി ഇക്കാലം അത്രയും ഇത് പ്രസാദ് ഹോട്ടലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ പ്രസാദ് ഹോട്ടലിൽ നമ്മൾ അല്ലാണ്ട് ഓണല്ലേ കൊടുക്കണം. ഈ കലോത്സവങ്ങളിൽ നോൺ വെജ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഞാനല്ല, ഈ ആരും ഒന്നും കൊടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വരുന്ന ആൾക്കാരും കഴിക്കുന്ന അവർ ഗവൺമെൻറ് നമുക്ക് തരുന്ന നമ്പേഴ്സും വന്ന് കഴിക്കുന്ന ആൾക്കാരും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ ഞാൻ വന്ന് ചെയ്തതാണല്ലോ. തിരുവനന്തപുരത്ത് ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ 12,000 നമ്പർ 12,000 ആൾക്കാർക്കാണ് ഇവിടെ കൊടുക്കാനായിട്ട് ഒരു ദിവസം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് നമുക്ക് പറഞ്ഞിരുന്നത്. എൻ്റെ ടെൻഡർ എമൗണ്ടും അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും 20,000 മുകളിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ 12,000 പേര് സർക്കാർ മാക്സിമം ആളെ കുറയ്ക്കും. അവർ കറക്റ്റ് വരുന്ന കുട്ടികളുടെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണത്തിൻ്റെ ചാർട്ട് മാത്രം എടുത്തിട്ട് നമുക്ക് തരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപാട് സംഘടനകളുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്, ഈ പോലീസുകാരുണ്ട്, സ്കൗട്ട്സുണ്ട്, യൂണിഫോം ധരിച്ച മറ്റുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത് ഇതിൻ്റെ പാർട്ടല്ല. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവർക്കൊന്നും പക്ഷേ ഈ നോൺ വെജ് വെച്ചാൽ ഇതൊന്നും അവർക്കാർക്കും കൊടുക്കാൻ പറ്റില്ല. ഈ 12,000 പേർക്ക് പറഞ്ഞാൽ നമ്മൾ 12,000 പീസ്, എല്ലാം പീസ് റേറ്റാണല്ലോ വരുന്നത്, ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തപ്പോൾ അടുക്കളയിൽ കലാപം തുടങ്ങുന്ന 100% ഉറപ്പാണ്. അതുകൊണ്ടത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെ നമ്മൾ വയ്ക്കുന്ന അരിയുടെ എണ്ണം കണക്കാക്കി നോക്കും. നമുക്കെല്ലാം അറിയാമല്ലോ. നമുക്ക് നമ്മുടെ വോളിയം നമ്മൾ കയ്യിൽ നമ്മുടെ ഷോയിൽ നിന്നുള്ള സാധനം എടുത്തിട്ടല്ല നമ്മൾ പാചകം ചെയ്യുന്നത്. നമുക്ക് എത്രമാത്രം വോളിയം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അല്ല, ഈ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കലോത്സവത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് അതേ നമ്പർ 12,000 പേർക്ക് സർക്കാർ ഉച്ചയ്ക്ക് കൊടുക്കാൻ പറഞ്ഞത് വൈകുന്നേരം ഉണ്ട് 10,000 പേർക്ക് കൊടുക്കണം. അപ്പോൾ 10,000 പേർക്കുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ വൈകുന്നേരത്തെ 10,000-ൻ്റെ സാധനങ്ങളെല്ലാം ഹാഫ് ബോയിലായിട്ട് റെഡിയാണ്. ആൾ വരുമ്പോൾ മിക്സി കൊടുക്കുള്ളൂ. വൈകുന്നേരത്തെ നമുക്ക് വേറെ അപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. രാത്രിയില്ല പ്രശ്നമില്ല കേട്ടോ. രാത്രിയിൽ ഈ പറഞ്ഞ ആളെ വരുള്ളൂ. ഉച്ചയ്ക്കാണ് വിഷയം. ആദ്യം പറഞ്ഞു നമ്പൂരിമാർക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. വിജയിച്ചവരും ഉണ്ട് അല്ലേ ബിസിനസ്സിൽ? ഞാൻ എൻ്റെ അറിവിൽ നമ്പൂതിരിമാർ ബിസിനസ് ചെയ്ത് വിജയിച്ച ആൾക്കാർക്ക് വളരെ റെയറാണ്. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ വിജയിച്ചായിട്ട് കണ്ടിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതിൽ 70% അട്ടർ ഫെയിലിയറായിരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നുണ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബിസിനസ്സിൽ സത്യമായ രീതിക്ക് ഒരാൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളെങ്കിലും അത്യാവശ്യം ഒളിക്കാൻ പഠിച്ചിരിക്കണം. എന്നാലും ബിസിനസ് എന്ന് വെച്ചാൽ ആരും പറ്റിക്കണമെന്നല്ല, അതുപോലും കഴിയാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് ഉദാഹരണങ്ങളെടുത്ത് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത 1-2 ആൾക്കാരാണ്. അതിൽ പ്രധാനമാണ് ബ്രാഹ്മിൺസിൻ്റെ ഈ റിപ്പോർട്ടേഴ്സിൻ്റെ അത് വിഷ്ണു നമ്പൂതിരി. അദ്ദേഹത്തിന് പണ്ട് മുതലേ അറിയാവുന്നതാണ്. അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ വെച്ചിട്ട് 1, 2, 3 ആൾക്കാരെ മാത്രം കാണിക്കുക എന്നുള്ളതല്ലാതെ വേറെ ആളെ എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും. ഈ ഇത് തന്നെയാണ് സാമ്പത്തികത്തിൽ. പിന്നെ ഈ സാമ്പത്തികം പൈസ കൈകാര്യം ചെയ്യാൻ അറിയാൻ മേലാത്ത ആൾക്കാർക്ക് പൈസ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അനുഭവം അതായിരുന്നു. നമുക്കിപ്പോൾ സാമ്പത്തികം കുറച്ച് പൈസ കയ്യിൽ വന്നു, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ റിട്ടേൺസ് എടുക്കണം എന്ന് ഒരു സാമാന്യബോധം ഉണ്ടാവാറ് പതിവില്ല. കാരണം നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ഒരു ചർച്ചയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പൈസ കയ്യിലേക്ക് കിട്ടി, അതെന്തെങ്കിലും ചെയ്തു, അത് അവസാനം പോയി. പിന്നെ അത് എന്ത് ചെയ്യും, ഇങ്ങനെ റീകൂപ്പ് ചെയ്യുമെന്ന് അറിഞ്ഞ് പല രീതിക്ക് ശ്രമിക്കുമ്പോഴും തിരിച്ചു കിട്ടാതാകുന്ന അവസ്ഥയിൽ നമ്മൾ ബാധ്യതകളിലേക്ക് മാറാറുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നോ? ഇപ്പോൾ ഇത്രയും ഇപ്പോൾ സ്വയം അല്ല, ഇപ്പോൾ ഞാനൊരു ബിസിനസ്മാൻ അല്ലല്ലോ. ഞാൻ ബിസിനസ്മാൻ അവകാശപ്പെടാത്ത ഒരാളാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു രംഗത്ത് പിന്നീട് ഈ എന്താണ് പറയുന്നത്, ഞാൻ ഈ പറയില്ല, ബിസിനസ് പോയിട്ട് തകർന്ന് വളരെ കഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒറ്റപ്പാലത്തൊരു ബുക്ക് സ്റ്റാളിൽ ജോലി കിട്ടി. ഒരു സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ട്, പുസ്തകക്കടയാണ്. പുസ്തകം മാത്രമല്ല, അവിടെ ഈ സ്കൂൾ കോളേജ് ലാബറട്ടറി എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട. എൻ്റെ അടുത്ത് ഒരു 2-3 ഷെൽഫിൽ ഒരു ബുക്സ് കൂടിയുണ്ട്. പക്ഷേ അന്ന് പ്രധാനമായിട്ടും അവരതിൻ്റെ അകത്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ബുക്കുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കൂടുതലും നോവലുകളൊക്കെ ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒറ്റപ്പാലം NS കോളേജിലെ കുട്ടികളൊക്കെ വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അന്ന് ഞാനൊരാളെ പരിചയപ്പെട്ടു. വളരെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട ഒരാളാണ്. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞു, നമ്പൂതിരി ആണോന്ന് ചോദിച്ചു എന്നോട്. എന്താണെന്ന് എനിക്കറിയില്ല. അതെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ എൻ്റെ കയ്യിൽ അന്നേരം ഒരു ബുക്കുണ്ടായിരുന്നു. അത് നമ്മുടെ ഇയാളുടെ ഗോഡ് ഫാദർ ആയിരുന്നു. ഗോഡ് ഫാദർ എന്നുള്ള ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ഇദ്ദേഹം ഒരു കയറി വന്നയാളെ. ബുക്കുകൾ വായിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ
ഫിക്ഷൻ സാധാരണയായിട്ട് വായിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ നമ്മുടെ ബുക്ക് സ്റ്റാളിൽ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും പരിപാടി ആവാമല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും അദ്ദേഹം ഈ ശവസംസ്കാരം നടത്തുന്ന ഒരാളായിരുന്നു. പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷനായിരുന്നു. അതുപോലെ അത്രമാത്രം തീവ്രമായിട്ട് അദ്ദേഹം വായിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ബേസ് മുതൽ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ട് പിന്നെ ഞാൻ കവർ ചെയ്തതെന്ന് അവിടെ നിന്നായിരുന്നു. പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഒരാളെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാളിൽ നിന്ന് ഞാൻ പല ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നിന്നിട്ട് പോലുണ്ട്. എന്തൊരു അറിവാണെന്നറിയാം. ഒരുപാട് വായിക്കുന്നു. സംസ്കൃതമൊക്കെ നല്ലോണം അറിയാം, ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കും, മലയാളം അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഭാഷ. നമ്മളൊരു എന്താ പറയുക, ശവസംസ്കാരം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു ഭാഷയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും വളരെ ടോട്ടലി ഡിഫറെൻ്റാണ്. ഒരുപാട് ആൾക്കാർക്ക് ചാരിറ്റി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. പൈസ ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് പൈസ ഇല്ലാതെ തന്നെ സംസ്കാരം നടത്തി കൊടുക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് മുതലാണ് നമ്മളൊരാളെ ഒരിക്കലും കളർ കണ്ടിട്ടോ ജോലി കണ്ടിട്ടോ ഒന്നും ഒരാളെ തിരിച്ചറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, കാരണം നമ്മുടെ ഇപ്പം മലയാളിയുടെ സംസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളി കാണുന്ന ആൾക്കാർ, ശവസംസ്കാരം നടക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു മൂന്നാം കിട ആൾക്കാരായിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നൊരു വ്യക്തി അദ്ദേഹമായിരുന്നു. പിന്നീടാണ് ഞാൻ വളരെ പതുക്കെ ഇതിലേക്ക് ഈ പാചകരംഗത്തേക്ക് കടക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇത് ബിസിനസ് നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ കടയിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചു സ്വന്തം കടയാണോ, സ്വന്തം കടയിൽ ഈ വേറൊരാളുടെ കട ഞാൻ വെറുതെ ശമ്പളത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന, പൂജ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റും, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ പതുക്കെ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ കുറിച്ചുതാനത്തിൻ്റെ ഒരു അമ്പലമുണ്ട്, ഒരു ക്ഷേത്രം, ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടെ വല്ലപ്പോഴും ഒരിക്കലും നാമജപത്തിൻ്റെ അടുത്ത് ഒരു 50ഓളം ആൾക്കാർക്ക് അവിടുത്തെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടായിരുന്നു എൻ്റെ ഈ പാചക ജീവിതത്തിൻ്റെ തുടക്കം.